ആടിന്റെ തലയറത്ത് കെട്ടിത്തൂക്കി മുസ്ലിം ലീഗിന്റെ തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇത്തരത്തിലൊരു വിജയാഹ്ലാദ പ്രകടനം നടന്നത് തവനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തുടർന്നാണ്. തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു വിജയാഹ്ലാദം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പകൽ ഏകദേശം 1 മണിയോടെ തൃപ്പങ്ങോട്ട് പെരുന്തല്ലൂർ അങ്ങാടിയിൽ ചോര ഒലിപ്പിക്കുന്ന ആട്ടിൻ തല ഒരു വടിയിൽ കെട്ടി പൊതുമധ്യത്തിൽ പ്രദർശിപ്പിച്ചു. യൂത്ത് ലീഗ് പെരുന്നല്ലൂർ വാർഡ് സെക്രട്ടറിയും തൃപ്പങ്ങോട് പഞ്ചായത്ത് ഭാരവാഹിയുമായ കുരിക്കൽപ്പടി മച്ചിങ്ങൽ റാഫി, വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പലരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ക്രൂരകൃത്യം അരങ്ങേറിയത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുകയാണ്. 10 വർഷം ഭരിച്ചിരുന്ന പിണറായി സർക്കാരിന്റെ ഭരണം മാറുകയും പുതിയ സർക്കാർ അധികാരത്തിലേറാൻ തുടങ്ങുകയും ചെയ്യുന്ന ആ ഒരു കാലയളവിലാണ് ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളൊരു വിജയാഹ്ലാദം വേണം. എന്തിനാണ് ഇത്തരത്തിൽ ചോര ചീന്തിയിട്ടുള്ള വിജയാഹ്ലാദത്തിന് നമ്മുടെ ജനങ്ങൾ മുതിരുന്നത്? അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത എന്താണ് ഇവർക്ക് അത്തരത്തിലൊരു ചിന്തയുടെ പിന്നിൽ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. ബംഗ്ലാദേശ് ആകാനുള്ള തയ്യാറെടുപ്പാണോ കേരളത്തിലെ ജനങ്ങൾ? കേരളത്തെ ഒരു ബംഗ്ലാദേശ് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? അതോ താലിബാനിസത്തിന്റെ ഒരു ചായ്വ് അതിലേക്ക് പോകാനുള്ള ആഗ്രഹമാണോ? എന്താണ് ഈ വിജയാഹ്ലാദത്തിന് പിന്നിൽ എന്ന് അറിയുന്നില്ല. എന്തായാലും അടുത്ത സർക്കാർ വരുമ്പോൾ, അടുത്ത സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപായി പൊതുസമൂഹത്തിന് അവരോട് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ പറയുന്നു. കാരണം ഇത് ശരിക്കും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് കേരളം എന്ന് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, അഴിമതി ഉണ്ടെങ്കിലും, പല വിവാദങ്ങളുണ്ട് എങ്കിലും വളരെ സമാധാനപരമായ ഒരു ജീവിതം കേരളത്തിൽ നയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ആ സാഹചര്യം ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങളും ഇത്തരത്തിലുള്ള ചില നയങ്ങളും ഒക്കെ കാരണമാകും. ഇത്തരത്തിലുള്ള ശൈലികളുടെ ആവശ്യം കേരളത്തിൽ ആവശ്യമുണ്ടോ? ആഹ്ലാദം പ്രകടിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതിലൊരു ജന്തുവിന്റെ ചോര ചീന്തിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ജന്തുവിന്റെ തലകിട കെട്ടിത്തൂക്കിയിട്ട് വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. പൊതുസമൂഹം ആ ചോദ്യം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രോത്സാഹനവും കൊടുക്കാത്ത ഒരു സർക്കാരിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സർക്കാർ ഇവിടെ വരും എന്നുള്ളത്, അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര നമ്മുടെ സംസ്ഥാനത്ത് വരും എന്നുള്ളത് കോൺഗ്രസ് സർക്കാർ ഉറപ്പുവരുത്തണം എന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുകയാണ്. എന്തായാലും മറ്റൊന്നുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നേരത്തെ കാസർഗോഡായിരുന്നു അത്. സ്ഥാനാർത്ഥിയുടെ വിജയ ആഘോഷത്തിനിടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ ഫ്ലക്സ് ബോർഡ് ബോംബ് വെച്ച് തകർത്തിരുന്നു. ഇതും വലിയ രീതിയിൽ വിവാദമാണ്. ഇത്തരത്തിലൊരു ആക്രമത്തിലേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ആക്രമ രാഷ്ട്രീയത്തിന്റെ വലിയ വക്താക്കൾ എന്നൊക്കെ പേര് കേട്ടിരുന്ന ഒരു ഭരണകൂടം മാറി വരുമ്പോൾ, ആ ഭരണകൂടത്തിന്റെ അവസാനം കണ്ട് പുതിയൊരു ഭരണകൂടം വരുമ്പോൾ വീണ്ടും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്? അല്ലെങ്കിൽ ആക്രമണം എന്തിനാണ്? ആക്രമണം ഒന്നിനും ഒരു മറുപടിയല്ല. ആക്രമണം ഒന്നിനെയും നമുക്ക് കൊണ്ടുതരുന്നില്ല, ഒന്നിനും നമുക്ക് സഹായകമാകുന്നില്ല. അപ്പൊ അത്തരമൊരു ആവശ്യമുണ്ടോ? വെറുതെ കേരളം എന്ന് പറയുന്ന സമാധാനമായി പോകുന്ന ഒരു സംസ്ഥാനത്തെ ബംഗ്ലാദേശിലേക്കോ താലിബാനിലേക്കോ ഒക്കെ ചുവട് പിടിച്ചു പോകേണ്ടുന്ന ഒരു സാധ്യത ഉണ്ടാക്കണമോ? അതിവിടുത്തെ ജനം ചിന്തിക്കണം. മര്യാദയായി നല്ല രീതിയിൽ എല്ലാവരോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി മുമ്പോട്ട് പോകുന്ന ഒരു കേരളമല്ലേ നമുക്ക് ആവശ്യം? അത്തരം ഒരു കേരളത്തിന് വേണ്ടി ഇവിടുത്തെ പൊതുസമൂഹം, ഇവിടുത്തെ ജനങ്ങൾ, വലിയൊരു ജനവിഭാഗം രാഷ്ട്രീയം മറന്ന് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. അതിന് അടുത്ത സർക്കാർ വളരെ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.